ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് പോകുന്നത് കമ്പിലാട്ടോ. കമ്പിൽ എന്നുള്ളൊരു ടോപ്പിക് എടുത്തിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോണേ. അപ്പോൾ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗായ്സ്, അങ്ങനെ വണ്ടി എടുത്തു. നമ്മളിവിടെ അതിലാണ് വന്നിട്ടുള്ളത്. ഇത് സാരഥി നമ്മൾ അതിലാണ്. അതെല്ലാം വരുവാ, എല്ലാം വരും, പിന്നെ ഒന്നുമില്ല, എല്ലാം വരും. അപ്പോൾ നമുക്ക് നേരെ ആദ്യം നമ്മളെ ചാത്തപ്പള്ളി കാവലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ കൂട്ടുപുറ അമ്പലം, അങ്ങനെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തിച്ച് നമുക്ക് കാണിച്ചു തരാം. നമ്മളങ്ങനെ കൊളച്ചേരി പഞ്ചായത്തിലോട്ട് കാല് കുത്തിയിരിക്കുന്നു. ഇനി ചാത്തപ്പള്ളി കാവിൻ്റെ വീഡിയോ ഫസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ കൂട്ടുപുറ അവിടെ പോവാം. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടോ മറ്റേ ചാത്തപ്പള്ളിക്കാർ ഊട്ടാവോ സ്കൂൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ചാത്തപ്പള്ളി കാവിലേക്ക് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നു. അത് നമുക്കിട്ട് ആ കവാടമുണ്ട്, കവാട ഷൂട്ട് ചെയ്തിട്ട് ഉള്ളോട്ടൊക്കെ ഇട്ട് എന്നാ ചാത്തപ്പള്ളി കാവിൻ്റെ ഒരു ഫ്രണ്ട് കവാടം എടുത്ത് ഇനി ഉള്ളോട്ടേക്ക് പോയിട്ട് ഒന്ന് അമ്പലം കൂടി കാവും കൂടി എടുക്കും. നേരെ പോട്ടെ കാവിലേക്ക് പോയാൽ നമ്മളെ ചാത്തപ്പള്ളിക്കാവ്. ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടാണ് സ്കൂള്. ഇവിടെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ആണ് ഞാൻ പഠിച്ചത്. 1ാം ക്ലാസ് 2ാം ക്ലാസ് നോക്കാല്ലേ. ഇതാണെങ്കിൽ നമ്മളെ ചാത്തപ്പള്ളി കാവ് അതും കൂടി ഷൂട്ട് ചെയ്ത് തരാം. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കാവിൻ്റെ 2-3 ക്ലിപ്പ് എടുത്തിട്ട് റീലിന് വേണ്ട സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. നമ്മളെ ഇവിടെ ഒരു ഭണ്ഡാരം കാര്യങ്ങളുണ്ട്, കവാടം ഉണ്ട്. അപ്പം ഇവിടുത്തെ കഴിഞ്ഞിനി നേരെ നമുക്ക് കൂട്ടുപുറം പോവാം. നമ്മളതിങ്ങനെ കുറേ നല്ല നല്ല എന്താ പറയുക, ഓരോ ഗ്രാമങ്ങളെടുത്താലും അവിടെ അത്യാവശ്യം നല്ല നല്ല വ്യൂവും കാര്യങ്ങളും എന്താ പറയുക കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടായി നമുക്കിനി ചാത്തപ്പള്ളിക്കാവിനോട് ചാറ്റ് പറയാം. ഇതാണ് നമ്മളെ എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ വീട്. ക്രിസ്ത്യാനെവിടെയാ പോന്നെ? ചെക്കൻ നമ്മളെ എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ വീടാട്ടത്. അവിടെ അവിടെ മാമൻ്റെ വൈഫിൻ്റെ മാമീൻ്റെ ചേച്ചീൻ്റെ സ്വിഫ്റ്റായിട്ട്. അങ്ങനെ നമ്മള് അതേപോലെ തന്നെ ഇവിടെ ഒരു കോട്ട ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ശരിക്കോട്ടാണ്. എൻ്റെ അമ്മേൻ്റെ തറവാട്ട് ക്ഷേത്രം വരും. ഇവിടുത്തെ വയലും കാഴ്ചകളും. വണ്ടി വരുന്ന കാണുന്നില്ല അല്ലേ? അച്ഛൻ ഹലോ, വണ്ടി വരുമ്പില്ലേ മനസ്സിലായില്ലേ? ഈ വണ്ടി വരുമ്പില്ലേ മനസ്സിലായില്ലേ? മനക്കറില്ല കേട്ടാ. പണിയാർത്ത് ഗംഗന്റെ മോൻ. അത് അടുത്തിട്ട് പക്ഷേ അച്ഛൻ ഒരുപാട് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കണ്ടേ? പിന്നെ ഞാൻ പറയണ്ടല്ലേ. പോയിട്ട് പോയിട്ട് നീ ഇപ്പൊ എവിടെയാ പോന്നെ? പോട്ടോ അമ്പലത്തിലേക്കല്ലേ? ഇതെന്നാ ഇത് അമ്പലം തന്നെയല്ലേ? ആയിക്കോട്ടെ, പോണ്ടെന്നല്ലേ പറഞ്ഞു. പോയി എത്തിച്ചു പോ. ഓക്കെ ഓക്കെ. എൻ്റെ അമ്മേൻ്റെ ആപ്പനാട്ടത്. നമുക്കത് കൂട്ടുപുറത്തേക്ക് പോവാം. വരുന്ന വയലിൽ നല്ല പാട്ട്, നല്ല രസമില്ലേ? നമ്മളങ്ങനെ
കൂട്ടുപുറ അമ്പലത്തിനൊക്കെ എത്തി. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഉള്ളിൽ കയറണ്ട, പുറത്തുനിന്ന് 2-3 ഷോട്ട് എടുത്തിട്ട് അങ്ങ് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ ആൽമരും ഇവിടെ ഒന്ന് ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. വൈകുന്നേരം വന്ന് രാത്രിയൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സുഖം. രാത്രിയൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. ഇത് ആ അത് ഞാൻ കമ്പനി സ്കൂൾ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ, ഇവിടെയാണ് അമ്പലക്കുളം കേട്ടോ. നമുക്ക് റീലിന് വേണ്ട ഒരു ഷോട്ട് എടുത്തിട്ട് പോകാം. അർജന്റീന ജയിച്ചിനെങ്കിലാ തോറ്റിനെ പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ എടുത്ത ഷൂട്ട് കഴിഞ്ഞ് അപ്പം നമുക്ക് ആപ്പിൾ വില്ലേജ് പോവാം. ആപ്പിൾ വില്ലേജിനൊക്കെ പോകാനുണ്ട്. അതുപോലെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, നമ്മളെ നണിയൂർ അക്യുഡേറ്റ് പാലം. അതും കൂടി ഷൂട്ട് ചെയ്യണം. നണിയൂർ അതും കൂടി എടുക്കാം. അതൊക്കെ നല്ല റീച്ചുള്ള സ്ഥലമുണ്ട്. നമ്മളങ്ങനെ അക്യുഡേറ്റ് പാലത്തിലേക്ക് എത്തി. നണിയൂർ അക്യുഡേറ്റ് പാലം അതാണ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ മയിലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. മയിലിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പഴശ്ശി അക്യുഡേറ്റ് പാലം, ഇത് വേറൊരു അക്യുഡേറ്റ് പാലം, നണിയൂർ അക്യുഡേറ്റ് പാലം. ഇവിടെ പണ്ടൊക്കെ കാറൊക്കെ പോയിരുന്നു. ഇപ്പം ഇതിൻ്റെ ശോചനീയാവസ്ഥയും അങ്ങനെ എന്തൊക്കെയാണ് കാരണം ബൈക്കും അത്രയുള്ള ബൈക്കും കാൽനട ആൾക്കാർ അവരൊക്കെ കൊണ്ടിങ്ങനെ പോകാറുള്ളൂ. ഇതിന് തൊട്ടപ്പുറം പറശ്ശിനിക്കടവാണ്. പറശ്ശിനിക്കടവിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇന്ന് ഞാനിങ്ങനെ കൊളച്ചേരി എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കമ്പിൽ കൊളച്ചേരി അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഒരു വയലിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. വയലും ഒരു പാലത്തിൻ്റെ ഒരു കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. പാലത്തിൻ്റെ കൈവരിയൊക്കെ ഒടിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പാലത്തുള്ളത്. ഇവിടുന്ന് പാലത്ത് കാണുന്ന ഒരു വയലിൻ്റെ കാഴ്ചകൾ നൈസല്ലേ. ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും പറ്റില്ല, ഡേഞ്ചറാണ്. രണ്ട് സൈഡും പാടങ്ങൾ, തെങ്ങുകൾ, കവുങ്ങുകൾ അങ്ങനെയൊക്കെ. നമുക്കതിന് താഴെ പാലത്തിൻ്റെ വ്യൂവും കൂടി കണ്ടിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കയറാം. കാർ ഇവിടെ നിന്ന് തിരിക്കുന്ന രംഗങ്ങളാണ് ഗൈസ് കാണാൻ പോകുന്നത്. ഇവിടെ നമുക്കിങ്ങനെ നിന്നെ നീ ഡ്രൈവറാപ്പെടാ, നീ ഹെവി ഡ്രൈവറാവിരിപ്പോ. ഈ പാലത്തുമ്പോഴാണ് നമുക്ക് തിരിക്കേണ്ടത്. ചെറിയ സ്ഥലമേ ഉള്ളൂ, നമുക്കതിലെങ്ങനെ വിദഗ്ധമായി എടുക്കും നോക്കാം. പോലെ അടുത്തോ ആ നേരോട്ടെ ഓടെ ഫുള്ളോടി ഫുള്ളോടി കൊണ്ട് ഫുള്ളടിച്ചോ. ഓക്കെ, മിഷൻ സക്സസ്. നമ്മൾ ഒടിച്ചിരിക്കുന്ന ഗൈസ്. അയ്യോ, ഓക്കെ, അങ്ങനെ ഹെവി ഡ്രൈവറായി. ഫേമസ് ആയിക്കല്ലേ.
അതെ, എല്ലാവരും ഈ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് അതെല്ലാം ഫേമസ് ആക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടാക്കി ചെയ്യണ്ടേ. അങ്ങോട്ട് താട്ട് ചെയ്യാം. നമുക്ക് ആക്കടൊരു പല്ലിൻ്റെ താഴത്തെ ഒരു വ്യൂ ആണ് എടുക്കേണ്ടത്. അതന്നെ ബാക്കിൽ ചെറു നമ്മളിതാ ഫുള്ള് റിവേഴ്സ് അടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി ഉപയോഗിച്ചത്. റിവേഴ്സ് അടിച്ചുകൊണ്ടാണ് നമ്മൾ പാലത്തിൻ്റെ ഇടയിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ വന്നാട്ടോ ഫുള്ള് റിവേഴ്സ് ആക്കിയാൽ മതി. അതിൻ്റെ ഒരു കഴിവല്ലേ. കൈവരി ആ, ഓക്കെ ഓക്കെ. താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി അക്കടെ ഒരു പാലം താഴെ എത്തി. നല്ലൊരു വ്യൂ നോക്കിയിട്ട് ഒരു 2-3 ക്ലിപ്പ് എടുക്കട്ടെ, എന്നിട്ട് പോവാം. കൊള്ളാട്ടോ, അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും കുഴപ്പമില്ല, കൊള്ളാം. പാലത്തിൻ്റെ വ്യൂ ആട്ടെ ഇത്. പാടം, പാലം, പാലം, പാടം. ഇതങ്ങനെ നമ്മള് നണിയൂർ അക്ലീറ്റ് പാലത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ എത്തി. പാടിക്കുന്ന ചേട്ടാ, ഇവിടെ വേറൊരു സാധനം ഉണ്ട് വീട് എടുക്കണമെങ്കിൽ. ഇവിടെ നമുക്കൊരു ബിവറേജ് ഉണ്ട് കേട്ടോ, ബിവറേജ്. ഇതാണ് നമ്മുടെ പാടിക്കുന്ന. കാണുന്നതാണ് പാടിക്കുന്ന ബിവറേജ്. കേട്ടോ പാടിക്കുന്ന ബിവറേജ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ആപ്പിൾ വില്ലേജ് പോയി അവിടെ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തിട്ട് അല്ല ഇവിടെ നിന്ന് ചാടിച്ചിട്ട് പോന്നാടാ എന്നിട്ട് പോകാമല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവാം ചാടിച്ചിട്ട്. എന്താ നമ്മൾ ആപ്പിൾ വില്ലേജിനൊക്കെ എത്തി. പാടിക്കുന്ന ആപ്പിൾ വില്ലേജ്. അങ്ങനെ പാടിക്കുന്ന ഇറങ്ങി ഇവിടുന്ന് ആപ്പിൾ വില്ലേജിന്റെ 2 ഷോട്ട് എടുത്തിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ച് കമ്പിലേക്ക് പോകും. ടൈസേനെ നമുക്ക് ചാടിക്കാൻ പോവാം. ആപ്പിൾ വില്ലേജിന്റെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു ചായ കുടിക്കാനായിട്ട് ഒരു കഫേയിലേക്ക് പോകാം. ഒരു വൈബുള്ളൊരു കഫേ ആട്ടെ ഇത്. നമ്മളെ സ്നാക്സും ടീയും എത്തിയിട്ടുണ്ട്. ഇവനെ കുടിച്ചിട്ട് നേരെ കമ്പിലേക്ക് പോകും. നമ്മളങ്ങനെ കാപ്പി കുടിച്ചു, ചായ കുടിച്ചു, നേരെ ഇനി കമ്പിലോട്ട് യാത്രയാവാം. ചാർജ് ഏകദേശം കയ്യാറായി തോന്നുന്നു. കമ്പിലെത്തി. പിന്നെ കമ്പിൽ കടവ്, പിന്നെ അതുപോലെ തന്നെ ഒരു വ്യൂ പോയിന്റ്, പിന്നെ ഇവിടെ തന്നെ അത്യാവശ്യം സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. എല്ലാം കവർ ചെയ്തിട്ട് വേറെ പോകും. അങ്ങനെ നമ്മൾ കമ്പിൽ കടവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് നേരെ പൊട്ടില്ല അടുത്ത സ്പോട്ടിൽ പോവാം. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം, നല്ല ശാന്തസുന്ദരമായ കടവ്. കുഴേൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു കുളങ്ങാണ്. അപ്പം നമ്മളിവിടെ പന്നിയങ്കണ്ടി വ്യൂ പോയിന്റിന് താഴെ ഒരു കടവ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ കടവിലോട്ട് ഇങ്ങനെ ജസ്റ്റ് പോയിക്കോട്ടെ കേട്ടോ. ജസ്റ്റ് അങ്ങനെ തണുപ്പ് പിടിക്കുന്ന പോലെ ഉണ്ട് തൊണ്ടയിൽ കിച്ച് കിച്ച്. അങ്ങനെ പകരുവാ പകർത്തല്ലേ. അതേത് പാലം കാണിക്കുന്നത്? ഏത് പാലം? പറശ്ശിനി പാലം. പറശ്ശിനി പാലായിരിക്കുമല്ലോ. പിന്നേതാ പറശ്ശിനിക്കടവ് കാണുന്ന പറഞ്ഞേ. അതെന്നാ അത് ഇതായിരിക്കും. അപ്പുറം പോയാലും കാണുമായിരിക്കും കേട്ടോ. അപ്പുറം മേലെയാന്നല്ലേ പറഞ്ഞേ? അതെ, തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് അവിടെ കയറാം. അങ്ങനെ നമ്മൾ വന്യങ്ങൾ എത്തിട്ടോ. ഇവിടുന്ന് പറശ്ശിനെ കാണാം, പറശ്ശിനി പാലും പറശ്ശിനിക്കടവ് അമ്പലവും എല്ലാം കാണാം.
ഇതൊരു വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റും നോക്കട്ടെ. കുറച്ചങ്ങോട്ട് നടക്കാവാ. വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും നോക്കട്ടെ. എന്നെ കാണിക്കാം. ഇതാണ് നമ്മളെ പന്നിയങ്കണ്ടി വ്യൂ പോയിന്റിലേക്കുള്ളൊരു വഴി എന്ന് പറയുന്നത്. എല്ലാം വീടുകളിലേക്കുള്ള വഴി കേട്ടോ. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പറശ്ശിനെ കാണാം. പറശ്ശിനി പാലും പറശ്ശിനി അമ്പലമൊക്കെ കാണാം. ഇവിടെ നിന്ന് നമ്മളെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഹോട്ടൽ റഹീമിൻ്റെ 2-3 ക്ലിപ്സൊക്കെ എടുത്തിട്ട് പോവാം. അത് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വൈൻഡപ്പായി. അങ്ങനെ നമ്മളെ കൊളച്ചേരി പഞ്ചായത്ത് നമ്മൾ കവർ ചെയ്തു. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കെട്ടി എല്ലാം കാണിച്ചു തരാം. എല്ലാം നമ്മൾ റീൽ വരും കേട്ടോ. റീൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്തൊക്കെ വെക്കുക. ഓക്കെ, ഇവനെ ഇവനെ ഫോളോ ചെയ്തു. അതിൽ കണിയാത്ത് വെറുതെ ഫ്രീ പ്രൊമോഷൻ. അപ്പം അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ. നല്ല സൺസെറ്റ് വരുന്നുണ്ടേ. നല്ലേ എല്ലാം ബീച്ച് പോയി. നല്ല സൺസെറ്റ് നല്ല വ്യൂ കാണുന്നുണ്ട്. ഇവിടുന്ന് അടിപൊളിയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഹോട്ടൽ റഹീമിൻ്റെ വിഷ്വലും കാര്യങ്ങളും എടുത്ത് നമ്മളിപ്പോൾ തിരിച്ചു നേരെ വീട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചോ. സീ ദെൻ, ബൈ.